കന്നുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ കൂടി ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. കർത്താവിന്റെ വചനം എന്റെ വായിലെടുപ്പം തക്കണം, അടിയെ ശക്തിപ്പെടുത്താൻ ബലപ്പെടുത്തേണ്ടതായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാ അധികാരം അടിയും തരേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടിയന്റെ ഏതെങ്കിലും പാപങ്ങൾ സ്തോത്രം നൽകുക, പിതാവിനോട് പുത്രന്റെ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ച് പാപം ചെയ്തു പോയത് കർത്താവ് അയോഗ്യത കണക്കിടാതെ ഇന്ന് പകൽക്കാലത്ത് കർത്താവിന്റെ രക്തത്താൽ അടിനെ അടി മുതൽ മുടി വരെ കഴുകി അടിനെ ശുദ്ധീകരിച്ച് തരാനായിട്ട് ദൈവത്തോട് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ മഹത്വം എടുക്കണമേ. യേശു സുന്നസ്തുൽ നാമത്തിൽ തന്നെ ജീവിക്കുന്ന എന്റെ കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുക ചെയ്യുന്നു. കൃത്യമായി പറഞ്ഞാൽ 20/3/2022 ഞാൻ സിയോൺ മിഷൻ ഓഫ് ഇന്ത്യയിൽ അവസാനമായി പ്രസംഗിച്ച് 2 വർഷവും 3 മാസവും കഴിഞ്ഞിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ഹാളില് ഇങ്ങനെ നിൽപ്പാൻ തക്കണം ദൈവാനുവദിച്ചിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഉദ്ഘാടന പ്രസംഗമാണ്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട എന്റെ ബോർഡ് പറഞ്ഞു, ബ്രദർ എന്നെ ഒന്ന് മാറ്റി തന്നു, വേറെ ആരെങ്കിലും ആക്കാൻ പറഞ്ഞു. കൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധം ഏറ്റെടുക്കുകയാണ് ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. എല്ലാ ഞായറാഴ്ചയും ഇപ്രായം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും കർത്താവിനെ ഞങ്ങൾ പാപികളാണ്, ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠ സഭ അത് കർത്താവിന്റെ മക്കളാണ്. സ്തോത്രം. എല്ലാ ആഴ്ചയും കൂടി വരും, എല്ലാ ആഴ്ചയും ദൈവത്തെ ആരാധിക്കും. എന്നിട്ട് കർത്താവിന് പറയും, കർത്താവ് ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ പറയുന്ന ഒരു ശ്രേഷ്ഠ സഭ അത് കർത്താവിന്റെ മക്കളാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 52-ാം വാക്യമാണ്. സ്തോത്രം. ലൂക്കോസ് 2:52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. സ്തോത്രം. വിജയകരമായ ക്രിസ്തീയ ജീവിത വളർച്ചയ്ക്ക് ആവശ്യമായ ചില ഘടകങ്ങളെ കുറിച്ചാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യന്റെ സ്റ്റെപ്പിനെ കുറിച്ചല്ല, അതിന്റെ പടികളെ കുറിച്ചല്ല, ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ചില ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. കർത്താവിന്റെ മക്കളാണ് യേശുവിന് മുഖ്യസ്ഥാനം കൊടുത്തിരിക്കണം. ജീവിതമായതിനാൽ അതിനൊരാരംഭമുണ്ട്. ആരംഭപ്പോഴാണ് നാം രക്ഷിക്കപ്പെടുമ്പോഴാണ്, നാം വീണ്ടും ജനിക്കുമ്പോഴാണ്, അവസാനം എപ്പോഴാണ് നാം കർത്താവിനോട് ചേരുമ്പോഴാണ്. ഇത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ പ്രസംഗം ഞാൻ പെട്ടെന്നുണ്ടാക്കിയ ഒരു പ്രസംഗമാണ്. ഞാൻ മറ്റൊരു പ്രസംഗം വരികയും അത് പ്രസംഗിക്കാനൊക്കെ വരികയപ്പോൾ എനിക്ക് തോന്നി അത് പറ്റത്തില്ല, സിയോൺ മിഷനിൽ പ്രസംഗിക്കും, അതിന്റെ സ്റ്റാൻഡേർഡ് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റൊരു പ്രസംഗം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇത് ക്ലാസ് രൂപത്തിൽ പോയേക്കാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് വളരെ താഴ്മയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ സ്തോത്രം. അവസാനം എന്ന് പറഞ്ഞാൽ, ആരംഭം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനമാണ്. അവസാനം എന്ന് പറഞ്ഞാൽ നിത്യതയാണ്. പടിപടിയുള്ള വളർച്ചയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആവേശമല്ല, ആഴമാണ് ആവശ്യം. ദൈവത്തിന്റെ സ്തോത്രം. ആവേശമുള്ള ജീവിതം പലപ്പോഴും എന്നെ വീണ്ടെടുത്ത ഒരു പ്രിയപ്പെട്ട പയ്യനുണ്ടായിരുന്നു. അവന് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ വളരെ ശക്തിയോട് സുവിശേഷം ചെയ്തത്. ഇപ്പോഴവൻ വളരെ കലുഷിതമായിട്ട് അസ്വസ്ഥനായിട്ട് നടക്കുക ചെയ്യുന്നത്. അവൻ വളരെ ആവേശത്തോടെ ദൈവത്തിന് വചനം ചെയ്തു പോയാൽ. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ വചനം ആവേശത്തോടെ പ്രസംഗിക്കുന്ന ആവശ്യമാണ്. പക്ഷെ ആവേശത്തേക്കാൾ അധികമായിട്ട് നാം കർത്താവിന്റെ ആഴത്തിൽ സ്നേഹിക്കണം. ആഴത്തെ കർത്താവ് നമ്മൾ വീണ്ടെടുത്തു, നമ്മൾ വിലയ്ക്ക് വാങ്ങി പുത്രത്തിന്റെ പദവി അവകാശം. വിശ്വാസത്തിനും സമർപ്പണത്തിനും അടിസ്ഥാനത്തിനും ആഴമുള്ളതായിരിക്കും നമ്മുടെ ജീവിതം. ക്രിസ്തു ആരംഭിക്കുന്നത് വീണ്ടും ജനത്തോടാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ 3:5 വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നാം ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ ആത്മാവില് നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. വെള്ളത്താലും ആത്മാവിനാണ് ജനിച്ചത്. ദൈവം വരുന്ന വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 1:2-21 കിഴുന്ന ബീജത്താലല്ല, കിഴാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തെ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. കിഴുന്ന ബീജം എന്ന് പറഞ്ഞത് മനുഷ്യ ബീജം പുറത്തു വെച്ചത് നശിച്ചു. പക്ഷെ ഇവിടെ പറയുന്നു കിഴുന്ന ബീജത്താലല്ല, കിഴാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിക്കുന്നു. അത് വീണ്ടും ജനിപ്പിക്കുന്ന വചനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നാം രക്ഷിക്കപ്പെടുമ്പോൾ റോമർ 10:9-10 രക്ഷയ്ക്ക് അടിസ്ഥാനമായ ആധാരവാക്യം കർത്താവായ യേശുവിന്റെ ഉള്ളത്തിൽ സ്വീകരിച്ച് വായകൊണ്ടേറ്റ് പറയണം.
നമ്മൾ 10ാം വാക്യം പലപ്പോഴും മനഃപൂർവ്വമായിട്ട് വിസ്മരിച്ചു കളയുക. അതിങ്ങനെയാണ് ഓർക്കുക. യേശുവിനെ കർത്താവും രക്ഷിതാവും അംഗീകരിച്ച് വായ് കൊണ്ട് ഏറ്റു പറയണം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയണം. അതൊരു കണ്ടീഷനാണ്, അതൊരു ഉപാധിയാണ്, രക്ഷയുടെ ഒരു ഉപാധിയാണ്. പലപ്പോഴും നാം അത് വിസ്മരിച്ചു കളയുക. കർത്താവായി യേശുവിന്റെ രക്ഷയായി നാഥനോട് സ്വീകരിച്ച ഒരു സഭ മുമ്പാകെ ഏറ്റു പറയണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും വീണ്ടും ജനിക്കണമോ? ഒരു ചോദ്യമാണ്. എല്ലാവരും വീണ്ടും ജനിക്കണം. മാർപ്പാപ്പ വീണ്ടും ജനിക്കണമോ? അച്ഛന്മാർ വീണ്ടും ജനിക്കണമോ? പാസ്റ്റർമാർ വീണ്ടും ജനിക്കണോ? ചോദ്യമാണ്. എല്ലാവരും ജനിക്കണം. ഓർത്തഡോക്സ് സഭ വീണ്ടും ജനിക്കണം. പക്ഷെ വചനം പറയുന്നു ഇങ്ങനെയാണ്. യോഹന്നാൻ 3:3 യേശു പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്ക് കഴിയില്ല. സ്തോത്രം. നാം വീണ്ടും ജനിച്ചിരിക്കണം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിരിക്കണം. കർത്താവ് വചനത്താലും ജനിച്ചിരിക്കണം. ദൈവത്തിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വീണ്ടും ജനിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്, നിർബന്ധമായിട്ടും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളോടും ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ വീണ്ടും ജനിക്കണം. പുതിയ സൃഷ്ടിയായി മാറണം. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് അംഗീകരിക്കണം. അതാ കാര്യം. യേശുവിനെ രക്ഷയായിട്ട് അംഗീകരിച്ച പോലെ വചനം പറയുന്നു, നിങ്ങൾ കർത്താവായ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കാന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്തൃത്വം നടത്തുന്ന എന്റെ ഹൃദയത്തിൽ കടന്നു വന്ന് എന്നിൽ കർത്തൃത്വം നടത്താനായിട്ട് അംഗീകരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് സഭാ മുമ്പാകെ അത് ഏറ്റുപറയണം. എന്റെ കർത്താവിനെ ഞാൻ രക്ഷകനും നാഥനും കർത്താവ് സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ മകനായി മാറിയിരിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥന സഭ മുമ്പ് ഏറ്റു പറയുമ്പോഴാണ് ആ കണ്ടീഷൻ പൂർത്തീകരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം പ്രവൃത്തിയിൽ ഒരു വ്യക്തിക്ക് പോലും മാനസാന്തരപ്പെടാൻ സാധിക്കില്ല. പാപത്തെ പാപമായി കാണണം, അത് ലംഘനമായി കാണണം. യേശുവിന്റെ കർത്താവിന്റെ രക്ഷമായി ആത്മീയമാറ്റം മാറിപ്പോകുന്നു. യേശുവിന്റെ കർത്താവും രക്ഷിതാവും സ്വീകരിക്കുമ്പോൾ ഒരു ആത്മീയമാറ്റം ഉണ്ടായിരുന്നു. ആ ആത്മീയമാറ്റമായിട്ട് നാം ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മീയത്തിന് രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞത്, ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞത് അത് വചനം എന്ന പാഠാണ്. വചനം ഭക്ഷണം കഴിക്കണം. ഇങ്ങനെയാണല്ലോ 1 പത്രോസ് 2:1-2 ആകിയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. സ്തോത്രം. രക്ഷയ്ക്ക് വേണ്ടി നാം രക്ഷിക്കപ്പെട്ടാൽ, നാം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, നാം വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വളർച്ചയുണ്ട്. ഒരു കുഞ്ഞിന് ജടിക കുഞ്ഞ് വളരുന്നത് പോലെ ആത്മീയ മക്കൾക്ക് വളർച്ചയുണ്ട്. വളർച്ചയില്ലാത്ത ക്രിസ്ത്യൻ സൃഷ്ടിച്ചതാണ്. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്വർഗത്തിൽ പോയി ഉറപ്പാണ്. ഇനി എന്താ കുഴപ്പം? പക്ഷെ വളർച്ചയില്ലാത്ത ക്രിസ്ത്യ ജീവിതമാണ്. എന്റെ ഭാര്യ എപ്പോഴും എന്നെ കുറ്റപ്പെടുന്ന കാര്യമാണ്, നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നിട്ടില്ല. എന്നെ കുറ്റപ്പെടുന്ന കാര്യം. ഈ കഴിഞ്ഞ ദിവസം പോലും നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നില്ല. ഗ്രൂപ്പിൽ പറയും നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നില്ല. എന്റെ പ്രിയപ്പെട്ട ആത്മീയ വളർച്ച വേണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. നാം ആത്മാവിൽ വളരണം. വചനമെന്ന ഇപ്പം ജനിച്ച ശിശുക്കളെ പോലെ രക്ഷകയെ വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ എല്ലാ പാപങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണം. എന്തിനാണ് നാം വചനം പഠിക്കുന്നത്? അത് ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ സ്വഭാവഗുണങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ സ്വരം ദൈവത്തിന് ജീവൻ നൽകുന്നു. യോഹന്നാൻ 6:61 ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. നമ്മുടെ ഉള്ളത്തിലേക്ക്, നമ്മുടെ ആന്തരാത്മാവിന്റെ ഉൾനൈരങ്ങളിലേക്ക് കർത്താവിന്റെ വചനം ചെന്നിട്ട് നമ്മൾ ശക്തിയും സ്വഭാവവും ജ്ഞാനം പ്രാപിച്ച് കർത്താവിനെ ഘോഷിക്കണം. ഈ നാളുകളിൽ ഞാൻ കുറെ ദിവസങ്ങളായി, കുറെ മാസങ്ങളായിട്ട് എല്ലാ വീടുകളിലും പോയി. എന്റെ പിള്ളേക്കാട്ട് കരയില് ലഘുലേഖ കൊടുക്കാത്ത ഒരു വീട് പോലുമില്ല. ഞാൻ ധൈര്യത്തോടെ പറയാൻ സാധിക്കും. ആമീൻ. എല്ലാ വീടുകളിലും ഈ കഴിഞ്ഞ ദിവസം ഇന്ന് തുരുത്തി പകുതിക്കാവിന്റെ അമ്പലത്ത് ഒരു ബ്രാഹ്മണ് ഞാൻ ഒരു ലഘുലേഖ എഴുതിയാണ്, യേശുവിനെ കുറിച്ച് എഴുതിയാണ്. ദയവായിട്ട് വായിക്കണം. താങ്ക് യു സാർ. അങ്ങനെ പറഞ്ഞ അങ്ങനെ അത് കൂടുതലിട്ടല്ലേ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് വളരെ ഈ ഹിന്ദുക്കള് കഴിഞ്ഞ ദിവസം എന്റെ അമ്പലത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു ബ്രാഹ്മണന്റെ കയ്യില്, അതില് ഫെഡറൽ ബാങ്കിന്റെ റിട്ടയർ മാനേജറാണ്, മനക്കപ്പിടിക്കുക വീട് ഞാൻ ലഘുല കൊടുത്തു. അദ്ദേഹം വളരെ 2 ഇങ്ങനെ കുരിശ് വരച്ചിട്ടത് വാങ്ങിച്ചു. എന്നെ കളിയാക്കാൻ വേണ്ടിയല്ല, വളരെ ഭക്തി. എന്നാൽ ഈ നായന്മാരുടെ ഇടയില് ഒരു രക്ഷയില്ല. അവർ കഴിഞ്ഞ ദിവസം അമ്പലത്തിന്റെ അടുത്ത് ലഘു കൊടുത്തപ്പോൾ ചുരുട്ടി കൂട്ടി എന്റെ മുഖത്തേക്ക് എത്തി കളഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ പ്രിയപ്പെട്ട ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. അവർക്കറിയില്ല ഇവിടെ ഇല്ലൂർപ്പെടയില് ഒരു വീട്ടില് ഇവിടെ ഒരു കടയിൽ ലഘുല കൊടുക്കാൻ പോയി. അതിന്റെ മോള കടയിലുണ്ടായിരുന്നു, കൊച്ചുമോള.
നെല്ല് കൊടുത്തു. അയാൾ എന്നെ ചീത്ത പറഞ്ഞു, സ്പർശിച്ചു, എന്നെ ശാസിച്ചു, നിങ്ങൾ എന്നെ വീട്ടിൽ കടന്നു വരുന്നു പറഞ്ഞു. ദൈവത്തിന് എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ വചനം കൊടുക്കേണ്ട ചുമതല നമുക്ക് നമ്മൾ ദൈവത്തിന് പാരമ്പര്യത്തിലേക്ക് ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധത്തിൽ സ്നാനം കഴിച്ചും എല്ലാവരും എന്നെ ശിഷ്യാക്കിക്കൊള്ളും എന്ന് കർത്താവിന്റെ വചനമുണ്ട്. നമ്മൾ അനുസരിക്കണം. നമ്മുടെ ചുറ്റുപാടുള്ളവർ നശിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദി ഞാനാണ്. സ്തോത്രം. വചനം കൊടുക്കണം, ലഘുകരെ വാങ്ങി കൊടുക്കണം, ഒന്നും പറയാൻ വേണ്ടി കർത്താവിനൊക്കെ കൊടുക്കണം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ പകർന്നു കൊടുക്കണം. സമ്പത്ത് കൊടുക്കാൻ പറ്റിയ വേണ്ടില്ല, കർത്താവിനെ പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ വെള്ളിയിൽ പോലും എനിക്കില്ല, എനിക്കുള്ളത് എടുക്കരുത്, നസ്രായനെ എഴുന്നേറ്റ് നടക്കാൻ എന്ന് പറഞ്ഞ് 10 ദിവസം കൈ പിടിച്ചു എടുത്തു. വെള്ളിയും മുന്നും കൊടുക്കാനില്ലെങ്കിലും സ്വത്ത് കൊടുക്കാനില്ലെങ്കിലും കർത്താവിനെ പകർന്നു കൊടുത്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം ജീവൻ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് വചനങ്ങൾ സംസാരിച്ചു, അത് ആത്മാവ് ജീവനമെന്നു. ദുരുദ്ദേശത്തിൽ ഒരിഞ്ഞു കഴിയാൻ ദുരുപദേശമുണ്ട്. വചനം മനസ്സിലാക്കാത്തതുകൊണ്ട് യഹോവ സാക്ഷികള് ഒന്ന് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ആ ദുരുപദേശത്തിൽ ഒഴിഞ്ഞു നിൽപ്പാൻ വചനപ്പെടണം അത്യന്താവശ്യമാണ്. പുറപ്പെട്ട് വചനം നാം വായിക്കണം. അത് ആത്മവചനം. ദൈവം അറിയാം നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. 119 സംഗീതം 105 വാക്യം. നിന്റെ വചനം എന്റെ കാലിൽ ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. രക്ഷയിലേക്ക് നടത്തുന്ന പാതയാണ് വചനം. നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന പാതയാണ് വചനം. ദൈവത്തിന്റെ സ്വന്തം അത് മതിയാവോളം പൂജിക്കണം, അത് മനനം ചെയ്യണം, അത് ധ്യാനിക്കണം. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്തോത്രത്തിന്റെ പഴയ പറഞ്ഞ നിന്റെ കൈപ്പഴയായിട്ട് കരുതണം, നിന്റെ നെറ്റിനകത്ത് എഴുതി വയ്ക്കണം. സ്തോത്രം. വചനം ഒഴിച്ച് നമുക്ക് ജീവിക്കാനാവില്ല. നാം കർത്താവിനാൽ വീട്ടിൽ പോയിട്ട് ദൈവത്തിന്റെ മക്കളാണ്. നമുക്കൊരു സ്വർഗരാജ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനത്തെ ആഴമാക്കി നാം സ്നേഹിച്ചേ മതിയാവും. പിശാചിനോട് പോരാടാൻ വചനത്തിന് ശക്തി ആവശ്യമാണ്. സാത്താൻ കർത്താവിനെ പരീക്ഷിച്ചു. വചനമെന്ന ആത്മാവിന്റെ വാള് കൊണ്ട് അവർ വെട്ടി. എഫെസ്യർ 6:17 ദൈവത്തിന്റെ ആത്മാവിന്റെ വാള് നാം കൈക്കൊള്ളണം. വചനമില്ലെങ്കിൽ നാം മുരടിച്ചു പോകും. ഒരു പ്രതിസന്ധി കെട്ടപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിരിക്കാനാ കർത്താവ് പറഞ്ഞ്. പാറമേൽ വീട് പണിയെങ്കിൽ ആഴവരി വചനത്തിന്റെ ധ്യാനം വേണം. ആഴവഴി പരിജ്ഞാനമുണ്ട്. ദൈവത്തിന്റെ സാറും ദൈവത്തിന്റെ ദാസന്റെ കോഴ്ത്തി പറയല്ലേ. ദൈവത്തിന്റെ ദാസൻ ഷാജിൻ സാറ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഓൺലൈൻ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ദൈവത്തിന്റെ സാർ എത്ര സമൃദ്ധിയായിട്ടാണ് വചനം പറയുന്നത്, എത്രയോ ഹൃദ്യമായിട്ടാണ് പറയുന്നത്. ആഴത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തെ കൊണ്ടുപോകുക, നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സ്വതം ദൈവവചനം ആത്മീയ വർധന വരുന്നു. നിങ്ങൾക്ക് അതിനെ എഴുതിയിരിക്കുന്നത് പൗലോസ് പറഞ്ഞൊരു വാക്യമാണ്. നിങ്ങൾക്ക് അപ്പോസ്തലർ 20:38 നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ വരവേൽപ്പിക്കുന്നു. സകല ആത്മീയ വർധന വരുത്തുന്ന വചനമാണ്. അതുകൊണ്ട് വചനമെന്ന മായമില്ലാത്ത പാൽ നാം കുടിക്കാൻ വാഞ്ചിക്കണം, ആഗ്രഹിക്കണം. എന്റെ വീട്ടിൽ എന്റെ മക്കള്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, സ്തോത്രം, എന്റെ കൊച്ചുമക്കൾ വചനം വായിക്കണം, ധ്യാനിക്കണം. സ്തോത്രം. വചനത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. കർത്താവിന്റെ വളർച്ചയുടെ മക്കളുടെ ആത്മീയ വളർച്ച മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. നാം ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതിന് പ്രാർത്ഥന എന്ന് പറയുന്നു. പുത്രൻ മുഖാത്തിൽ നാം പിതാവിനോട് അപേക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:13 14:23 ഇങ്ങനെ നാം വായിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അത് കർത്താവിന്റെ ഉറപ്പാണ്, അത് കർത്താവിന്റെ അഷുറൻസ് ആണ്. നിങ്ങൾ എന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, പിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. എന്റെ നാമത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ചെയ്തു. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകൊണ്ടും തരാൻ അവൻ ബാധ്യസ്ഥനാണ്. കാരണം എന്റെ കർത്താവ് വാക്ക് മാറാത്തവനാണ്. അവൻ വാക്ക് പറഞ്ഞില്ല സംഭവിക്കും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നത് അവൻ എന്റെ നാമത്തിൽ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യ ഘടകമാണ്. സ്തോത്രം. ദൈവങ്ങളുടെ കൂട്ടായ്മ എന്ന് സ്ഥാപിക്കാൻ പ്രാർത്ഥന ആവശ്യമാണ്. പ്രസിഡന്റ് അഭിമുഖീകരിക്കാൻ പ്രാർത്ഥന 1:5 നമ്മുടെ സന്തോഷം പൂർണ്ണമായി. യോഹന്നാൻ 14:24 ആത്മീയ ബലം പ്രാപിപ്പാൻ അപ്പോസ്തലർ 4:31 വായിക്കുമ്പോൾ ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുരുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവത്തിന്റെ പത്രോസിന്റെയും യോഹന്നാന്റെയും പ്രാർത്ഥനയിൽ സംഭവിച്ച അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുരുങ്ങി. നമുക്ക് ചലനമുണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചലനമുണ്ടാകണം. ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയുടെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത ക്രിസ്ത്യൻ ശൂന്യമാണ്, ശുഷ്കമാണ്, ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് കുടുംബ പ്രാർത്ഥനയും ചെയ്തിരിക്കണം. അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന്, ഒരു ഭാര്യയിരുന്ന് ഒരുമിച്ചിരുന്ന് കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിച്ചാട്ടെ.
കർത്താവിന്റെ മഹത്വത്തെ പറഞ്ഞാട്ടെ, സ്തോത്രം. അവർ വല്ലഭത്തെ പോയിട്ടാട്ടെ, ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചാട്ടെ. എഴുതിച്ച പ്രാർത്ഥനയായിരിക്കും പ്രാർത്ഥന. അതിൽ എഴുതിയൊരു മനപ്രാർത്ഥന പ്രാർത്ഥിച്ചത് എല്ലാവരും, അപ്പനും അമ്മയും മക്കളും ഒരു മനപ്രാർത്ഥന മനസ്സിന് വരട്ടെ. എഴുതിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ച് പിന്നെ എവിടെ തുടങ്ങിയെന്ന് അറിയത്തില്ല, എവിടെ അവസാനിക്കുന്ന അറിയാം. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, അതിനൊരു ചാതുര്യമുണ്ട്, അതിനൊരു മനോഹാരിതയുണ്ട്. ദൈവത്തിന് നാമും ദൈവമായിട്ട് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാകുക ചെയ്ത് ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് ആത്മീയ ജീവിതത്തിൽ 4ാമത്തെ ഘടകം എന്ന് പറയുന്നത് അത് ആരാധനയാണ്. റോമ 12:1 നമുക്കറിയാവുന്ന വാക്യമുണ്ടല്ലോ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ബോധപൂർവമുള്ള ആരാധന പീയോസ് ബൈബിൾ കൊടുക്കുന്നത്. നിങ്ങൾ ബോധപൂർവമുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവത്തിന്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നതാണ് ആരാധന. മാത്രവുമല്ല, നാം നമ്മെ തന്നെ വിശുദ്ധിയോടെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ആരാധന. ദൈവത്തിന്റെ മഹത്വത്തെ പ്രഘോഷിക്കണം. നാം നമ്മെ തന്നെ ബുദ്ധിയുള്ള ആരാധനയെ നാം നമ്മെ തന്നെ കർത്താവിന്റെ മുമ്പായി സറണ്ടർ ചെയ്യണം, അവ വെക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കലും പാറയ്ക്കരച്ച് ഇങ്ങനെ പ്രസംഗിച്ച് ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനേയും മുമ്പിട്ടാൽ നിങ്ങൾ അതിന്റെ അടിമയാണെന്നാ പറഞ്ഞത്. നിങ്ങൾ എന്തിനേയും മുമ്പിൽ കുമ്പിട്ടാൽ അത് അന്യാരാധനയ്ക്ക് തിരുശേഷം കുമ്പിടിനെ പറ്റി പറഞ്ഞ അദ്ദേഹം അത് പറഞ്ഞു കേട്ടാട്ടോ. ഞങ്ങളുടെ പള്ളിയിൽ പ്രസംഗിച്ച നിങ്ങൾ എന്തിന്റെ മുമ്പിൽ കുമ്പിട്ട് അതിനെ നിങ്ങൾ വന്ദിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ നാം ഞാൻ പറയട്ടെ, നെബൂഖദ്നേസർ നിർത്തിയ സ്വർണ്ണബിംബത്തെ വീണ് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ശദ്രക്കും മേശയ്ക്കും അബേദ്നെഗോവും അതിനോട് വൈമുഖ്യം കാണിച്ചു. ഞാനത് പറയാൻ കാരണം, എന്റെ ഒരു സ്നേഹിതൻ ആത്മീയമായിട്ട് വളരെ വലിയ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്, വളരെ വലിയ ശുശ്രൂഷ. അദ്ദേഹം പറഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച പറഞ്ഞ കാര്യമാണ്, ദുഃഖവെള്ളിയാഴ്ച കുരിശ് ഞാൻ മുത്തുമ്പോൾ യേശുവിനെ മുത്തുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ കുമ്പിട്ടെന്ന് പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ശദ്രക്കനും മേശക്കനും അബേദ്നെഗോവും പറയാമായിരുന്നല്ലോ, ദൈവമേ, ഞാൻ നിന്നെയാണ് കുമ്പിടുന്നത്, നീയാണെന്ന് വിചാരിച്ച ഇപ്പൊ ഈ ബിംബത്തെ നമസ്കരിക്കുന്നത് എഴുതുന്ന തീച്ചോള ഞങ്ങൾ വിടുവിക്കല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ അവർ പറഞ്ഞില്ല, നെബൂഖദ്നേസർ രാജാവേ, നീ ഉയർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, അവൻ എന്റെ കർത്താവിനെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അന്യാരാധനയ്ക്ക് പോകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ സഭയിൽ നിന്ന് മുടക്കിയാലും തിരുശേഷം ഭാഗം ഞാൻ മുട്ടുമടക്കത്തില്ല. സ്തോത്രം. ഞങ്ങളുടെ പള്ളിയിൽ എങ്ങനെയുണ്ട്, സൂനോറ നമസ്കരിക്കാൻ പറ്റുന്ന അങ്ങ് അധികം ഇങ്ങനെ ചുറ്റി വരുമ്പോൾ അപ്പോൾ ഭക്ഷണപ്പൊതി കിട്ടും. സ്തോത്രം. എന്റെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിട്ട് അന്യാരാധന ദൈവം വെറുക്കുന്നതാണ്. 1000 തലമുറയോട് ദൈവം കാണിക്കുന്നു. എന്നാൽ അന്യാരാധന ചെയ്യുന്ന 4 തലമുറകൾക്ക് ശിക്ഷ വരാൻ പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നതാണ് ആരാധന. നാം ഇന്ന് നമ്മെ തന്നെ വിശുദ്ധ ദൈവത്തിന് സമർപ്പിക്കുന്ന ആരാധന. തമ്പി സാർ പറഞ്ഞൊരു കാര്യം, തമ്പൻ സാർ പറഞ്ഞൊരു വാക്യം ഞാൻ ഉദ്ധരിക്കുക. അതെങ്ങനെയാണ്? പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നതാണ്. ആരാധന എന്ന് പറയുന്നത് നാം ദൈവത്തിന് കൊടുക്കുന്നതാണ്. സ്തോത്രം. വ്യത്യാസമുണ്ട്. പ്രാർത്ഥന, കർത്താവെ, എന്റെ മക്കളെ അനുഗ്രഹിക്കണം, എന്റെ മക്കളുടെ വിവാഹം നടക്കണം, എന്റെ സാമ്പത്തിക എനിക്ക് കാർ വാങ്ങിക്കണം, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവര് കർത്താവിന്റെ രക്തത്തെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ആരാധന എന്ന് പറയുന്നത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവന്റെ ശ്രേഷ്ഠ പദവി, അവൻ അത്ഭുതമന്ത്രി, വീരൻ ദൈവം, നിത്യപിതാവ്, രാജാതി രാജാവ്, അവനെ മഹത്വപ്പെടുത്തണം, അവനുകൊണ്ട് പുകഴ്ച കൊടുക്കണം. ഞാൻ ഒരിക്കൽ പാറയിൽ ഒരു വീട്ടില്, ഒരു വലിയ വീടാണ് എന്നുവെച്ചാൽ റിച്ച് ഫാമിലി, ലഘുല കൊടുത്ത് പറഞ്ഞതുപോലെ സഹോദര കർത്താവ് യേശുവിനെ രക്ഷിക്കുന്ന ക്രിസ്ത്യ ഭവനം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കർത്താവ് എത്ര ശുഷ്കിച്ച മനുഷ്യനാണ്, എന്നെ ആരാധിക്കുന്നത് പറഞ്ഞ് അങ്ങനെ ഒരു ആരാധന എന്ത് അർത്ഥമില്ലാത്ത, അദ്ദേഹത്തിന് അറിയില്ലാത്ത കാര്യം പറഞ്ഞത്. നിങ്ങളുടെ കർത്താവ് എത്ര ശുഷ്കിച്ച മനുഷ്യൻ, എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന ഒരു വ്യക്തിത്വം ശരിയാണോ? എന്റെ പ്രിയപ്പെട്ടത്, ഞാൻ ഈ കഴിഞ്ഞ ആളുകളില് ഈ കഴിഞ്ഞ ദിവസം, അത് 2-3 വർഷം മുമ്പ് ഈ കഴിഞ്ഞ ദിവസം ലഘുല കൊടുത്ത് പറഞ്ഞു പ്രാർത്ഥനയോട്, പക്ഷെ ഇതൊന്നും പറഞ്ഞത് മറുപടി പറഞ്ഞത്. ദൈവത്തിന് എന്റെ പ്രിയപ്പെട്ടത്, ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധനയുടെ വളർച്ച, ആരാധന ആവശ്യമാണ്. നാം ദൈവമക്കളെ ശ്വാസം കഴിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തെ ആരാധിച്ചിരിക്കണം. സ്തോത്രം. ആരാധന ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ദൈവത്തിന്റെ മഹത്വം കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ മഹത്വം മറ്റാർക്കും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവമെന്ന് അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ മാത്രം ആരാധിക്കുന്നു. അടുത്തുള്ള വീട്ടിലേക്ക് അപ്പച്ചാന്ന് വിളിച്ച് അപ്പച്ചനാവോ? സ്തോത്രം. അതിലൊരു അപ്പച്ചനാണെങ്കിൽ എന്റെ അമ്മയുടെ ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനാ അപ്പൻ. എന്റെ കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിയവൻ, എനിക്ക് വേണ്ടി മരിച്ചവൻ, എനിക്ക് വേണ്ടി കുരുളറക്കപ്പെട്ടവൻ, ഏരിയയിൽ എമ്മശബ്ദരി എന്റെ ദൈവമേ കൈവിട്ടെന്ന് പറഞ്ഞ പ്രാണനെ വിട്ടവൻ, അവനാണ് എന്റെ കർത്താവ്, അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആത്മീയ വളർച്ച 5ാമത്തെ ഘടകം അത് സുവിശേഷീകരണമാണ്.
പൗലോസ് പറഞ്ഞ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. റോമർ 1:11. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഞാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കടക്കാരൻ. കാരണം എന്താ? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമാണ്. എനിക്ക് ജീവിച്ചിരുന്ന കാര്യമില്ല. കാരണം എന്താ? ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ ദമാസ്കസിലേക്ക് പടിവാതിലേക്ക് കടന്നുപോയപ്പോൾ, ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കാൻ കടന്നുപോയി യേശു എന്നെ വിളിച്ചു, വേർതിരിച്ചു, എനിക്ക് പുത്രത്തിന്റെ പദവി അവകാശം തന്നു. അതുകൊണ്ട് നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നതിൽ അയ്യോ എനിക്ക് കഷ്ടം. ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ഞാൻ കടക്കാനാന്നു. ഞാൻ സുവിശേഷം ആവോളം കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷം പങ്കിട്ടാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുന്നതിന് ഞാൻ എല്ലാവർക്കും കടക്കാരൻ. സുവിശേഷം പങ്കുവയ്ക്കാൻ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ കടമയാണ്. അത് കർത്താവിന്റെ കൽപ്പനയാണ്. ദൈവസ്നേഹം സുവിശേഷം അറിയിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുള്ള സുവിശേഷം അറിയാൻ മരിച്ചുപോയാൽ അതിന് ഉത്തരവാദി നാമായിരിക്കണം. നമുക്ക് ആവോളം സുവിശേഷം അറിയാം. കർത്താവിന്റെ നാമത്തിൽ ഒരു വാക്യം വായിക്കട്ടെ. 1 Corinthians 15:58. ആകിയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, അത് ആ വാക്യം 1 Corinthians 15:58 അപ്പോസ്തലൻ കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെയാണ്: ആകിയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. സ്തോത്രം. ഹല്ലേലൂയ. പുറകോട്ട് പോകാനല്ല, കളപ്പയ്ക്ക് കൈവച്ച ശേഷം മുന്നോട്ട് നടക്കാനാണ് കർത്താവ് പറയുന്നത്. പുറകോട്ട് പോകുന്ന ദൈവത്തിന് രാജ്യത്ത് കൊള്ളാവുന്നവരല്ല. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനം വിളമ്പിയാട്ടെ, ലഭ്യത വാങ്ങിക്കൊടുത്തട്ടെ, അയൽക്കാരോട് പറഞ്ഞാട്ടെ എന്റെ കർത്താവിനെ രക്ഷിച്ചു. സ്തോത്രം. ഞാൻ പണ്ടൊരാൾ പറഞ്ഞെങ്കിലും കണ്ടിട്ടുണ്ട്, ഒരു ഡോക്ടർ എന്റെ രോഗത്തെ സൗഖ്യമാക്കിയെങ്കിൽ അതേ രോഗമുള്ള ആളെ കാണുമ്പോൾ പറയും, കർത്താവേ സഹോദര, ആ രോഗിയുടെ ആ ഡോക്ടറെ കണ്ടാൽ നീ സൗഖ്യം പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞവനാണ്. 1976 ഡിസംബർ 1 മഹാപാപിയായി ഞാൻ എന്റെ കർത്താവിനെ രക്ഷിക്കുന്ന കർത്താവ് ബ്രദർ തിയോഡോർ വില്യംസ് പിന്നെ CSI പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ സമാധാനം നടന്ന എന്റെ കർത്താവിന്റെ എന്റെ ഹൃദയം ഇടിച്ചു. എന്റെ പ്രിയപ്പെട്ടവർ, അന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ യേശുവിന്റെ രക്ഷനാഥനും എഴുതി ഞാൻ ഒന്നാമത് ചാടി എഴുതിട്ടു. ദൈവത്തിന് 1976 ഡിസംബർ 1 എന്റെ പുതിയ ജനനം പ്രാപിച്ച ദിവസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും അറിഞ്ഞിട്ടും പറ്റില്ല. പക്ഷെ നിങ്ങൾ ജനനം പ്രാപിച്ചു, വീണ്ടും ജനം പ്രാപിച്ച ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ട്. അറിഞ്ഞാലും ഇല്ലെങ്കിലും സത്യമായിട്ട് നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ച ദിവസമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ 6ാമത്തെ ഘടകം അത് വേർപാടാണ്. 2 Corinthians 15:3. എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ച പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസിന്റെ ശങ്ക, നിങ്ങൾ കർത്താവിന് വിട്ടിട്ട്, സ്തോത്രം ഹല്ലേലൂയ, വേർപാടില്ലാതെ വിശുദ്ധിയില്ലാതെ പോയി പോകുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വേർപാടും വിശുദ്ധി അഭേദ്യമായ ബന്ധമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവ് 1 Petrus 1:15 വാക്യം നാം വായിക്കുന്നു, ദൈവം വിശുദ്ധനാകിയാൽ നാം വിശുദ്ധീകരണം പ്രാപിക്കണം. കാരണം ദൈവത്തിന്മേൽ ഒരു കറയും കളങ്കവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പരിപൂർണമായി 100 1000 കോടി ശതമാനം വിശുദ്ധരാണ്. പാപം അറിഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വിശുദ്ധി പ്രാപിക്കേണ്ട ആവശ്യമാണ്. ദാനിയേലും ജോസഫും പൗലോസും പാപത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിനോട് ചേർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം കർത്താവിന്റെ മക്കളായതുകൊണ്ട് നാം വിശുദ്ധീകരണം പ്രാപിക്കണം, വേർപാട് പ്രാപിക്കണം. പാപത്തിൽ നിന്ന് വേർപെട്ട് അനേകര് പാപത്തിൽ നിന്ന് വേർപെട്ടത് മനുഷ്യന് വേർപെട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടായ്മ മറ്റൊരു മിണ്ടത്തില്ല, രക്ഷിക്കപ്പെടാത്തൊരു മിണ്ടത്തില്ല. പക്ഷെ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അവരോട് നാം എപ്പോഴും സഹോദരത്ത്, അവരോട് നമുക്ക് അവരോട് വൈരാഗ്യം വേണ്ടി അവരോട് സുവിശേഷം പറയാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിലുണ്ടായ സംഭവം പറയട്ടെ. ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമ, മെഡിക്കൽ സ്റ്റോർ ഉടമ, ഞാൻ ഇപ്പോ വർഷം 16 രൂപ 75 മരുന്ന് മേടിച്ചു. 16 രൂപ 25 മരുന്ന് മേടിച്ചു. 16 രൂപ 25 മരുന്ന് മേടിച്ചപ്പോൾ അയാൾ എന്നോട് 17 രൂപ എടുത്തു. 16 രൂപ 25 ആരും 17 എടുത്തു. എനിക്ക് ഭയങ്കര വെറുപ്പായി അയാളോട്. ഞാൻ അയാളെ പറ്റി മോശമായ അഭിപ്രായം പറഞ്ഞു. അയാളൊരു ദുഷ്ടനാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ കഴിഞ്ഞ ആളുകൾ ചെന്ന് പറഞ്ഞു, സാധാരണ എനിക്ക് താങ്കൾ അങ്ങനെ ചെയ്ത് എനിക്ക് വിഷമുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തോ? അങ്ങനെ ചെയ്തു, എനിക്ക് വിഷമുണ്ട്. ഞാൻ താങ്കളെ പറ്റി മോശം അഭിപ്രായം പറഞ്ഞത് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കുറ്റബോധം ഉണ്ടായി. അങ്ങനെ പറയാൻ പറ്റും. അത് അങ്ങനെ രാജ്യം, അങ്ങനെ നിയമമാണ്. അത് വാങ്ങിച്ചു.
തെറ്റാണ് ചെയ്തത് അറിയാം. 16 രൂപ 25 പൈസക്ക് 16 രൂപ എടുത്തിച്ചാൽ മതി, 25 പൈസ എടുക്കാം. പക്ഷെ 25 പൈസ കാലഘട്ടം 18 രൂപ എടുത്തപ്പോ എനിക്ക് മനസ്സിന് വിഷമമുണ്ടായത്. 8% ലാഭം എന്നാ പറഞ്ഞത്. 8ഒന്നുമല്ല, ഇഷ്ടം പോലെ ലാഭമാണ് കിട്ടുന്നത്. ഇവിടെ പെരുമ്പാവൂർ കടയിലൊക്കെ പോയി 15% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ഈ പെരുമ്പാവൂർ 2 കടയിൽ 13% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ലാഭമില്ലാതെയാണോ വിൽക്കുന്നത്? അപ്പോൾ അറിയാമല്ല, ഭയങ്കര ലാഭത്തിലാണ് കാര്യം കച്ചവടം നടക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുക. 1:4-3-5. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ. അങ്ങനെയാണ് നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ ഓരോരുത്തൻ ദൈവത്തെ അറിയാതെ ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ തന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ജാതിയിലെ പോലെ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. തിന്നുകൂടിച്ച് മതിച്ച് അതിന്റെ പൊളച്ച് ജീവിക്കാൻ അധികാരമില്ല. നാം ദൈവത്തിന്റെ വീട്ടിലേക്കുപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. നമുക്കൊരു പദവിയുണ്ട്, നമുക്കൊരു പ്രിവിലേജ് ഉണ്ട്, നമുക്കൊരു സ്വഗ്രാജ്യമുണ്ട്. അപ്പാപിതാവിനെ വിളിപ്പല്ല, പുത്രന്റെ പകുതി അവകാശം അവൻ ദാനമുന്നത്. നാം കർത്താവിനോടൊപ്പം കോടാനുകോടി എല്ലാ സ്ത്രീയും വാഴാൻ പോകേണ്ടവരാണ്. അതുകൊണ്ട് നാം വിശുദ്ധീകരണം പ്രാപിക്കണം. ഈ ലോകത്തിന്റെ വെളിച്ചത്തിന് മക്കളായി മാറണം. എല്ലാ കാര്യത്തിനും മാതൃള്ളവരായി മാറിക്കണം. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. 7ാമത്തെ ഘടകം, ആത്മീയ വളർച്ച 7ാമത്തെ ഘടകം, അത് സ്നേഹത്തിന്റെ പരിചരണമാണ്. ഒരു കുട്ടി വീട്ടിൽ വളർന്നു വരുമ്പോൾ അവന് സ്നേഹം, കരുതൽ, പ്രബോധനം, നിയന്ത്രണങ്ങൾക്ക് ഇതൊക്കെയും കിട്ടുന്ന സ്ഥലമാണ് സഭ. അങ്ങനെയായി മാറണം. സ്തോത്രം ഹല്ലേലൂയ. വീണ്ടും ജന്മം പ്രാപിച്ച സ്നേഹത്തിന് പരിചരണം കൊടുക്കണം. സ്നേഹം ചോദിച്ചു വാങ്ങാനല്ല, എല്ലപ്പോൾ എന്നെ സ്നേഹിക്കണോട് പറയാനല്ല. അല്ല ബ്രദർ ഷാജി എന്നെ സ്നേഹിക്കുന്നത് സ്നേഹം കൊടുക്കാനുള്ളതാണ്. സ്തോത്രം ഹല്ലേലൂയ. സ്നേഹം കൊടുക്കാം, പകർന്നു കൊടുക്കാനല്ല. മക്കളെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, അയൽവക്കാരെ സ്നേഹിക്കണം. സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് എന്റെ വീടിന്റെ അയൽവക്കാര് ഞങ്ങളോട് ഒരു ചെറിയ അസ്വസ്ഥത കേട്ടു. അപ്പൊ എന്റെ ഫാദർ അന്ന് പറഞ്ഞു, നമുക്ക് അവരോട് അങ്ങനെ ചെയ്യാം. അപ്പൊ എന്റെ ചേട്ടൻ രക്ഷിക്കപ്പെട്ടൊന്നല്ല. ചേട്ടൻ പറഞ്ഞു, അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പ നമ്മൾ അവരും തമ്മിൽ തന്നെ വ്യത്യാസം. അവര് ചെയ്ത അതേ രീതിയിൽ നാണയത്തെ അവർക്ക് തിരിച്ചു കൊടുത്ത് നമ്മൾ അവർ തന്നെ വ്യത്യാസം. നമുക്കൊരു സെപ്പറേഷനുണ്ട്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് ആത്മീയ വളർച്ചയുടെ 7ാമത്തെ സ്നേഹത്തിന്റെ പരിചരണം. അവരെ സ്നേഹിക്കണം. കർത്താവ് നമ്മെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ. വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നാം അനുഭവിച്ചറിയണം. സ്നേഹത്തിന്റെ പരിചരണം കൊടുക്കണം. സഭാമക്കൾ തമ്മിൽ പരസ്പരം സ്നേഹമുള്ളവരായിരിക്കണം. എനിക്ക് എല്ലോപ്പോളിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. സ്തോത്രം ഹല്ലേലൂയ. ഷാജിയുടെ അഭിപ്രായ വ്യത്യാസം സെറ്റിൽ ചെയ്യണം. അത് മനസ്സിൽ വെച്ചിട്ട് പകവച്ചുകൊണ്ടിരുന്ന് അത് ആരാധന ശരിയാകത്തില്ല, പ്രാർത്ഥന ശരിയാകത്തില്ല. ദൈവമായിട്ട് സമ്പർക്കത്തിന് വികാസം ചെയ്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്തിനെത്തും ഞെരുകും. സ്തോത്രം. അതിനൊരു വാത്സവം കിട്ടുന്നില്ല. ഈശയും പിഴക്കവും വെച്ചുകൊണ്ടിരിക്കരുത്. പ്രാർത്ഥന ശരിയാകത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടും. നമുക്ക് കർത്താവിന്റെ ശിഷ്യന്മാരായ ഈ സഭാമക്കൾ, സിയോൻ മിഷന്റെ സഭാമക്കൾ വലിയൊരു പ്രൗഢായ ജനക്കൂട്ടമുണ്ടല്ലോ. ഇവർ പരസ്പരം സ്നേഹിച്ചട്ടെ, പരസ്പരം ഷെയർ ചെയ്താട്ടെ, ഭാരം ഏറ്റുപറഞ്ഞിട്ട്, പരസ്പരം വിളിച്ചാട്ടെ, തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകട്ടെ, തമ്മിൽ പ്രബോധനം കൊടുത്തട്ടെ, തമ്മിൽ സൽപ്രവൃത്തികൾ ചെയ്താട്ടെ. നമ്മുടെ സഹോദരൻ ഭാരപ്പെടുമ്പോൾ രോഗികളെ ചെന്ന് സന്ദർശിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് ആത്മീയ വളർച്ച 8ാമത്തെ ഘടകം എന്ന് പറയുന്നത് അത് ദൈവത്തിന് സ്വന്തം ശിക്ഷണമാണ്. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് എബ്രായർ 12:5, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. സ്തോത്രം. അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ള ഏത് മകനെയും തല്ലുന്നു. സ്തോത്രം ഹല്ലേലൂയ. ശിക്ഷ എന്ന് പറയുന്നത് ജനിച്ചവർക്കുള്ളതാണ്. ജനിക്കാത്ത കുഞ്ഞിനെ ശിക്ഷിക്കത്തില്ല, ജനിച്ച കുഞ്ഞിനെ ശിക്ഷിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. നാം വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ, നാം കർത്താവിന്റെ മകനാണെങ്കിൽ, നാം നമ്മെ നേരായ പാതയിൽ നടത്താൻ വേണ്ടി കർത്താവ് ശിക്ഷിക്കുമ്പോൾ നാം മുഷിയരുത്. നാം കർത്താവ് ശിക്ഷ മടങ്ങി വരണം. ബാലശിക്ഷ എന്ന് പറയുന്നത് നാം നേരെയാകാൻ വേണ്ടിയാണ്, നാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, നാം കർത്താവിനോട് അടുക്കാൻ വേണ്ടിയാണ്. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി പറയട്ടെ. ബാലശിക്ഷയെ കർത്താവിന്റെ നാമത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. പൗലോസ് പറഞ്ഞു, പൗലോസിന് കർത്താവ് നിലവിളിച്ചു പറഞ്ഞു, പൗലോസ് പറഞ്ഞു, എന്റെ കർത്താവ് ഈ ശിക്ഷ ഒഴിവാക്കണം. അല്ല, എന്റെ കൃപ നിനക്ക് മതി. നമുക്ക് പലപ്പോഴും ബാലശിക്ഷ വരും. സ്തോത്രം ഹല്ലേലൂയ. ശിക്ഷിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ശിക്ഷിക്കുന്നത്. നാം കറക്റ്റ് ചെയ്യാനാണ് ശിക്ഷിക്കുന്നത്. താൻ സ്നേഹിക്കുന്ന മകനെയാണ് ശിക്ഷിക്കുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. ശിക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ
വർദ്ധിക്കും. മാത്രമല്ല ദൈവത്തിന് കീഴ്പ്പെടുവാൻ നമ്മെ സഹായിക്കും. നാം വിശുദ്ധരായി മാറും. അത് അറിയണം, നാം ബോധ്യപ്പെടണം. എന്റെ കർത്താവിനെ ശിക്ഷിക്കുന്നത് ഞാൻ നന്നാകാൻ വേണ്ടിയാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. സ്തോത്രം. അല്ലെ അപ്പം ശിക്ഷിക്കാതെ മകൻ ഇത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലൊക്കെ ശിക്ഷ നടക്കില്ല. പിള്ളേരെ ശിക്ഷിക്കാൻ പറ്റത്തില്ല, നമുക്കറിയാം. പക്ഷെ അവരൊക്കെ വട്ടായി ഒരു 12-17 വർഷമാകുമ്പോൾ അവർ വട്ടായി പോവുക ചെയ്ത് അവർ കണ്ടുപിടിച്ച് നടക്കും, പെണ്ണ് പിടിച്ച് നടക്കും. ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ജീവിതം. പക്ഷെ ഞാൻ എന്റെ മക്കളോട് എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ മക്കളെ വളർത്തുന്ന കേരളീയ സംസ്കാരത്തെ വളർത്താൻ പറഞ്ഞിട്ടുണ്ട്. നടക്കും എനിക്കറിയത്തില്ല. കേരളീയ സംസ്കാരം വളർത്തണം എന്ന് വെച്ചാൽ ദൈവത്തെ അവർ ഭയപ്പെടണം. ശിക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർ പറഞ്ഞോളൂ, നമ്മുടെ കർത്താവ് സ്നേഹിതൻ, അവരെ കർത്താവിന്റെ സന്നിധി സമർപ്പിച്ച് അവരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 9ാമത്തെ കാര്യം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസരിക്കുക. അതിങ്ങനെയാണ്, ആത്മീയ ജീവിത വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് നമ്മളൊരു സ്റ്റെപ്പ് വെച്ച് ഉയരുമ്പോൾ, കർത്താവിനോട് അടുക്കാൻ പോകുമ്പോൾ ആ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അതിൽ നിന്ന് ഒന്നാമത്തെ ഭയമാണ്. ഉൽപ്പത്തി 3:10 തോട്ടത്തിൽ നിന്നിന്റെ ഒച്ച കെട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു. ആദാമിന്റെ വാക്കാണ്. ഭയം ദൈവത്തിൽ നമ്മെ അകറ്റിക്കളയും, മനുഷ്യരെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കും. വേഗം പറഞ്ഞു പോട്ടെ. ഉൽപ്പത്തി 15:1 അതിനുശേഷം അബ്രാഹാമിനെ ദൈവം ദർശനത്തിൽ പറഞ്ഞത് അതിന്റെ അരുളപ്പാടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്. അവൻ നമ്മെ അടിക്കുന്നവനല്ല. ഒരു തെറ്റ് കാണുമ്പോൾ ഓടി വന്ന് തലയിലേക്ക് തല്ലുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ നമ്മെ ദൈവത്തിന് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന് തടസ്സം വരുന്നത് ലോകമാണ്. പണം, ബിസിനസ്, ആഡംബര ജീവിതം, കൂട്ടുകാര്, ഇവരൊക്കെ നമുക്ക് എതിരായിട്ട് നിന്നേക്കാം. പക്ഷേ കർത്താവിനെ കർത്താവിനെ ലോകത്തിന്റെ മുഖത്തെ കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ വീട് നമസ്കരിച്ചാൽ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ലോകത്തിന്റെ പ്രൗഢി കാണിച്ചിട്ട് പിശാചി നമ്മൾ പറയും അതിലേക്ക് വിശ്വസിക്കുക. എപ്പോഴും രക്ഷിക്കപ്പെടാൻ മരിക്കുന്നതിന് മുമ്പ് ആനന്ദപ്പെട്ടത് രക്ഷിക്കപ്പെടുന്നതിൽ സ്വർഗ്ഗത്തിൽപ്പെടാൻ തന്നെ. പക്ഷേ നമ്മുടെ മരണം എപ്പോഴും അറിയത്തില്ല. വചനം പറയും, ഇപ്പോഴാകുന്നു സുപ്രസാദകരം, ഇപ്പോഴാകുന്നു രക്ഷദിവസം. ഇന്ന് പകൽക്കാലത്ത് സ്തോത്രത്തില് നാളെ കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവ് സ്വീകരിച്ച സ്തോത്രം വിശുദ്ധിയോട് ജീവിച്ചാൽ നിനക്ക് അക്കരെ നാട്ടിലെത്താൻ സാധിക്കും. നീ മരിക്കുമ്പോൾ നിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൂതന്മാരെ നീ അയച്ചു തരും. സ്തോത്രം. പൗലോസേ വാ, പോളെ വാ, ആത്മേ വാ. നിന്റെ ആത്മാവിനാൽ നിന്റെ ആത്മാവ് ദൂതന്മാരെ കടന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെ അപ്പന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും. നാം പറന്നു വരാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധങ്ങളെയും ജഡത്തെയും മരിപ്പിക്കാം. സ്തോത്രം ഹല്ലേലൂയ. റോമർ 8:8 ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിക്കാൻ കഴിവില്ല. ജഡസ്വഭാവത്തെ മരിക്കണം, ക്രൂശീകരിക്കണം. ഗലാത്യർ 2:2 പറഞ്ഞ് ജഡത്തെ ക്രൂശീകരിക്കണം. 4ാമത്തെ ആത്മീയത്തിൽ തടസ്സമായി നിൽക്കുന്നത് അത് പിശാചാണ്. ഇവിടെ വചനം 1:5-8 നിർബന്ധരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയെ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സ്തോത്രം ഹല്ലേലൂയ. അവരെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടൊരു ശക്തിയാണ് പിശാച്. പിശാചിന്റെ പോരാടി നിൽക്കണം. വചനം ആത്മാവിന് വാളെടുത്ത് വെട്ടണം. സ്തോത്രം ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ വെയിറ്റുകൂട്ട കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അത് ഒന്നാമത്തെ കാര്യം, വീണ്ടും ജനിക്കണം എന്നുള്ളതാണ്. രക്ഷിക്കപ്പെടാൻ ദൈവം നമ്മോട് കൽപ്പിക്കുക ചെയ്തു. വചനം എന്ന ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കണം, പ്രാർത്ഥന ഉച്ചിരിക്കണം, ആരാധന മുടക്കരുത്, സുവിശേഷീകരണം ഏറ്റെടുക്കണം, പാപത്തിൽ വേർപെടണം, സ്നേഹത്തിന്റെ പരിചരണം ശീലമാക്കണം. ദൈവത്തിന്റെ ശിക്ഷയിൽ നാം മുഷിയത് കണ്ടുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതി ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സുഖസിതാമത്തെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ വിജയകരമായ ക്രിസ്ത്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വീട്ടുഘടകങ്ങളെ കുറിച്ച് ചിന്തിച്ചു. കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങൾ വീണ്ടും ജനിക്കാൻ ബാധ്യസ്ഥരാണ്. സ്തോത്രം. വചനമെന്ന ഭയം അതിന്റെ കർത്താവ് ഭക്ഷണം, ആത്മീയ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പ്രാർത്ഥന ഉറ്റിയിരിപ്പാൻ നിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ആരാധന മുടങ്ങാതിരിക്കാൻ കർത്താവിന്റെ ആത്മാവ് ഞങ്ങൾ പ്രബോധിപ്പിച്ചല്ലോ. സുവിശേഷം ഏറ്റെടുക്കേണ്ട ചുമതല ഞങ്ങളുടേതാണല്ലോ. പാപത്തിന് വേർപെടാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം ഹല്ലേലൂയ. സ്നേഹത്തെ പരിചരണം കർത്താവെ സഭയിലും കുടുംബത്തിൽ കിട്ടുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ദൈവത്തിന്റെ ശിഷ്യയിൽ മുഷിയാതിരിപ്പാൻ തൊക്കണം. കർത്താവ് ഞങ്ങൾ ശിക്ഷിക്കുമ്പോൾ അത് എന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് ആവശ്യമുണ്ടെന്ന് ബോധ്യത്തോടെ കർത്താവെ അതിനെ സമീപിക്കാൻ കർത്താവ് കൃപ തരണമേ. അനുഗ്രഹിച്ചിട്ട് കർത്താവെ തീരുമാനം ഞങ്ങളുടെ മേൽ നീ അടിച്ച് ഉറപ്പിച്ചതിനാണ് സ്തോത്രം. എന്റെ നാമത്തെ മുഹത്വപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവെ താഴ്വയുടെ പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെ കേൾക്കുമാറാകണമേ. കർത്താവിന്റെ നാമം മുഹത്വപ്പെടുത്തട്ടെ. ദൈവനാമം ഒന്ന് മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച്
ദൈവസന്നിധിയിൽ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രയോജനം ചെയ്യുന്ന ചിന്തകളെ കേൾക്കുവാനും ഇടയാക്കുന്ന